ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിനെ എങ്ങനെ നമ്മൾ സാധാരണ റുബിക്സ് ക്യൂബിൻ്റെ ടെക്സ്ചറിലേക്ക് ആക്കാം. നിങ്ങൾക്ക് കണ്ടവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെ ചെയ്യാമെന്നുള്ളത്. നമ്മൾ നെറ്റിൽ നിന്ന് തന്നെ എടുക്കുക. ഇതിൽ റുബിക്സ് ക്യൂബിൻ്റെ ടെക്സ്ചറിന് ക്രോസ് പോലെയൊക്കെ എടുക്കേണ്ടാവുക ഇത്തരത്തിൽ. കാരണം നമ്മൾ ചെയ്തിട്ടുള്ളത് വേറെ രീതിയാണ്. ഒരു ഡിഫോൾട്ടായിട്ടുള്ള ക്യൂബ് എങ്ങനെയാണ് ടെക്സ്ചർ ചെയ്തിട്ട് മായയിൽ കിടക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ ടെക്സ്ചർ ചെയ്തിട്ടുള്ളത്. ഇത് വേറെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് സിമിലറായിട്ട് നമുക്കിതും ചെയ്യാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ശരിക്കും ഈ ബോട്ടം എന്നുള്ള പോർഷൻ ഇവിടെയാണ് വന്നിട്ടുള്ളത് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് ഈ ലെയറുകളൊക്കെ നമ്മൾ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതാണ് നമ്മുടെ ലെയർ ശരിക്കും കണ്ടോ. ഇതാണ് നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണെങ്കിൽ നമ്മൾ ഫോട്ടോഷോപ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഇമേജ് വരാം. ഈ ഇമേജിനെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ ചിലപ്പോൾ ഇത് ഇങ്ങനെ സ്കെയിലായിട്ട് അവരിക്കുന്നുണ്ടാവും, ഇത്രയും വലുപ്പത്തിൽ അവരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചൊന്ന് കുറയ്ക്കുക. എന്നിട്ട് Ctrl+T പ്രസ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് ഇവിടേക്ക് കൊള്ളിക്കണം. ഈ രണ്ട് സൈഡ് കറക്റ്റാണോ നോക്കാം ആദ്യം. അതിനുശേഷം നമ്മളിവിടെ ഇതിനെ താഴേക്ക് കൊണ്ടുവയ്ക്കുക. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് എയറോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് വരും. ഓക്കെ, അവിടേക്ക് എത്തി. ഇനി നമുക്ക് ഈ ഒരു സൈഡും കൂടെ നമുക്ക് കോപ്പി ചെയ്ത് വയ്ക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭാഗം നമ്മൾ കോപ്പി ചെയ്യണം. ഇവിടെ നിന്ന് മുതൽ നമ്മൾ എടുക്കുക, സെലക്ട് ചെയ്യുക, Ctrl+J ഇത് ചേർത്തിട്ട് ഇപ്പുറത്തേക്ക് നീക്കുക. ആ കോപ്പി എടുക്കുന്ന ഭാഗം ആദ്യം ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു, കുഴപ്പമില്ല. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തു. നമുക്കറിയാം ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള സംഭവങ്ങളൊന്നും വരാനായിട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് Ctrl+Shift+S കൊടുത്തിട്ട് സേവ് ആസ് കൊടുക്കും. പക്ഷേ അയക്കുമ്പോൾ ഈ ബ്ലാക്ക് ലൈൻ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് ഓഫ് ചെയ്യുക. ഇതിൻ്റെ ഒപ്പാസിറ്റി കറക്റ്റാക്കുക. ഇതിൻ്റെ ഒപ്പാസിറ്റിയും കറക്റ്റാക്കുക. ഓക്കെ അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള രീതിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കിലുള്ളത് താഴെയുള്ളത് നേരെ മേളിലേക്ക് കൊണ്ടുവച്ചു. ഇനി നമുക്ക് അതിൻ്റെ Ctrl+Shift+S JPEG ആയിട്ട് സേവ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിട്ട് സേവ് ആയിക്കോളൂ ഓട്ടോമാറ്റിക്കലി. ഇനി നമ്മൾ അനിമേഷനിൽ ബോക്സ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ബോക്സിൻ്റെ ടെക്സ്റ്റ് _A സേവ് ഓക്കെ കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മായ ഫയൽ എടുക്കുക, നമ്മുടെ ബോക്സ് എടുക്കുക, ഒരു മെറ്റീരിയൽ പുതിയ മെറ്റീരിയൽ തന്നെ അപ്ലൈ കൊടുക്കുക. അതിനുശേഷം ബ്ലിന്നിൻ്റെ കളർ ചാനലിൽ വരാം, ഫയലിൽ വരാം. നേരത്തെ ബോക്സ് അപ്ലൈ കൊടുത്ത സെയിം മെത്തേഡ് തന്നെ. ഇവിടെ വന്നിട്ട് നമ്മുടെ ബോക്സ് _A ഇത് നമ്മൾ ടെക്സ്റ്റായിട്ട് അപ്ലൈ കൊടുക്കുക. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ നമ്മളിവിടെ നോക്കേണ്ടത് നമ്മൾ ഈ വെച്ച സ്ഥലത്ത് തന്നെയാണോ ഇതൊക്കെ നിൽക്കണമെന്നുള്ളത് നോക്കണം. ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഭാഗം മാച്ച് ആവേണ്ട നിൽക്കണ്ടോ, UV എടുക്കുക, നീക്കി വയ്ക്കുക. ഉണ്ട്. അപ്പോൾ ഈ ഭാഗം കുറച്ചും കൂടെ നീങ്ങാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷെല്ല് സെലക്ട് ചെയ്തിട്ട് W പ്രസ് ചെയ്യുക. ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇതിൽ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇത് കറക്റ്റായി, ഈ സൈഡ് ഓക്കെയാണ്. ഇപ്പോൾ നമ്മളിവിടെ വേണമെങ്കിൽ ഇത് നമുക്ക് കുറച്ചും കൂടെ അറ്റത്തേക്ക് മുട്ടിക്കാനുണ്ട്. ഓക്കെ കറക്റ്റായി ഉണ്ടോ. അപ്പോൾ നമ്മൾ
നേരത്തെ ഇട്ടിട്ടുള്ള ബോക്സ് അതിന് നമ്മൾ എന്താക്കി സാധാരണയായിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് ബോക്സ് ആണെങ്കിൽ ആ ബോക്സിൻ്റെ അതേ പോയിന്റ്സ് ഉപയോഗിച്ച് നമ്മൾ റുബിക്സ് ക്യൂബ് പോലുള്ള ഒരു ഒബ്ജക്റ്റിനെ സിമ്പിളായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ബോക്സിൻ്റെ ഒരു ബേസിക് അൺറാപ്പിംഗ് മെത്തേഡാണ് ഞാനിപ്പോൾ ഇതിനകത്ത് കാണിച്ചത്. അത് ഉപയോഗിച്ചിട്ട് പ്രൊഡക്റ്റിൻ്റെ ഡിസൈൻ ചെയ്യുന്ന രീതിയും കൂടെയാണ് കാണിച്ചിട്ടുള്ളത്. താങ്ക് യു.